2013 തിര എന്ന വിനീത് ശ്രീനിവാസൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ബേസിൽ ജോസഫിന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം. ഡയറക്ടറായും അഭിനേതാവായും ഒരേ സമയം ബേസിൽ പ്രേക്ഷക പ്രീതി നേടിയിട്ടുണ്ട്. 2015 പുറത്തിറങ്ങിയ കുഞ്ഞിരാമായണമാണ് ബേസിൽ ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. കുഞ്ഞിരാമായണത്തിന് പുറമെ ഗോദ, മിന്നൽ മുരളി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളും ബേസിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴി ഉടനെ തന്നെ തിയേറ്ററുകളിലെത്തും. ഇരുവരും ഒന്നിക്കുന്ന ആദ്യ സിനിമ കൂടിയാണ് നുണക്കുഴി. ബേസിൽ ജോസഫ് ഒരു സംവിധായകൻ കൂടി ആയതുകൊണ്ട് സംവിധായകൻ നൽകേണ്ട സ്പേസിനെ കുറിച്ച് ബേസിലിന് നന്നായി അറിയാം. കൂടെ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. ബേസിൽ ഒരു ഡയറക്ടറാണ്. സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് തോന്നാം ഒരു ഡയറക്ടറിനെ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ ആയിരിക്കുമെന്ന്. ബേസിൽ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ് അദ്ദേഹം. ഏതൊരു വ്യക്തിക്കുമുള്ള പോലെ ബേസിലിനും ബേസിലിൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതൊക്കെ അവൻ എന്നോട് പറയും. അതെനിക്ക് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ ബേസിലും ഓക്കെ ആയിരിക്കും. ഡയറക്ടർ ഫ്രീഡം ബേസിൽ എപ്പോഴും എനിക്ക് തരും. കാരണം അദ്ദേഹത്തിന് അറിയാം ഒരു സംവിധായകൻ നൽകേണ്ട സ്പേസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബേസിലിൻ്റെ കൂടെയുള്ള എൻ്റെ ആദ്യത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ എന്ത് പറയുന്നു അത് തന്നെ ബേസിൽ നമുക്ക് തരും, ജിത്തു ജോസഫ് പറയുന്നു. പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.